इसलिए उनका जवाब दिया। और ये भी हमें बता दीजिए, actually let us have a debate on my press conference. Let us go. Let us have very good idea. Let us have a debate on my press conference. Amit Shah ji, I challenge you to have a debate on the three press. चलेगी मेरे यहाँ बोलने का क्रम मैं तय करूंगा, इस तरह से नहीं चलेगी संसद। मान्यवर उनको धैर्य रखना चाहिए, उनको धैर्य रखना चाहिए मेरा जवाब सुनने का। ബീഹാറിൽ വോട്ട് കളവ് നടന്നതിന് തെളിവും കാര്യങ്ങളും ഒന്നുമില്ല, അവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അമിത്ഷാ. ചങ്കൂറ്റം ചങ്കുറപ്പും ഉണ്ടെങ്കിൽ ഞങ്ങൾ തെളിവ് മുന്നോട്ട് വെച്ചുതരാം. ധൈര്യമുണ്ടോ ഒരു പത്രസമ്മേളനത്തിന്, ഒരു സംയുക്ത പത്രസമ്മേളനത്തിന് വന്നിരുന്നിട്ട് ഞങ്ങൾ തെളിവ് മുമ്പോട്ട് വെച്ചുതരാം, ധൈര്യമുണ്ടോ എന്ന് തിരിച്ച് രാഹുലും. ഇതോടുകൂടി കയ്യിന്ന് പോയ അമിത്ഷാ കുറെ ചാടിക്കളിച്ച് ക്ഷുഭിതനായി അവസാനം സോണിയാഗാന്ധി വന്ന കാലത്തെ വോട്ട് ചെയ്തതിന്റെ കണക്കെടുത്തിട്ടു. ഇതായിരുന്നു ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ അമിത്ഷായുടെ വരെ വാ അടപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ചന്തിക്ക് ചൂരലിട്ടടിക്കുക എന്ന് പറഞ്ഞ പോലത്തെ പ്രകടനമായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി കാഴ്ചവെച്ചത്. അതോടുകൂടി നമ്മുടെ അമിട്ട് പൊട്ടിത്തെറിച്ച പടകം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാത്ത നനഞ്ഞ പടകം പോലെ ആവുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് പാർലമെന്റിൽ കണ്ടത്. ഇന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ 3-4 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നില്ലേ, RSS എങ്ങനെയാണ് ഇന്ത്യനെ നശിപ്പിച്ചത് എന്നുള്ളതും, അതുപോലെ തന്നെ വോട്ട് കളവിനെ കുറിച്ചും, പിന്നെ ബീഹാറിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇവന്മാര് ഏതൊക്കെ രീതിയിലാണ് വോട്ട് കട്ടുകൊണ്ടിരിക്കുന്നത് SIRന്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞ് 3-4 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അല്ലെ, വ്യക്തവും ശക്തവുമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിൽ അമിത്ഷാ കാര്യമായിട്ടിരുന്ന് സംസാരിക്കുക എന്ന രീതി അങ്ങ് വന്നു, അങ്ങ് പറഞ്ഞു തുടങ്ങി. എന്തൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയത്? वोट चोरी कह रहे हो मान्यवर, वोट चोरी किसको कहते हैं वो मैं बताना चाहता हूँ, और हमारे यहाँ कुछ परिवार ऐसे हैं जो पुश्ते नहीं वोट चोरी करते. നമ്മുടെ അമിത്ഷാ നൈസായിട്ട് തെരഞ്ഞെടുപ്പിന്റെ പരിഷ്കാരങ്ങളെ കുറിച്ചും, അതല്ലെങ്കിൽ ബീഹാറിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, അവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടേ ഉള്ളൂ, അതൊന്നും കാര്യമാക്കണ്ട എന്നുള്ള രീതിയിൽ, പിന്നെ നമ്മളെ ഇവിടുത്തെ സുതാര്യമായിട്ട് വോട്ടെടുപ്പാണ് ഇവിടെ നടക്കുന്നത്, ഇവിടെ വോട്ട് കളവ് നടക്കുന്നില്ല, രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രതിപക്ഷവും പറയുന്ന കള്ളവായിട്ടുള്ള അല്ലെ കള്ളത്തരങ്ങളായിട്ടുള്ള പ്രചാരണങ്ങളാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ മൊത്തം വേർഷൻ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വരുന്നതിന്റെ ഇടക്ക് ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി അങ്ങ് ഇടങ്കോലിട്ടു. സത്യം, രാഹുൽ ഗാന്ധി ഇടയിൽ അങ്ങ് ചോദ്യം ചെയ്തു, സംസാരിക്കണം എന്ന് പറഞ്ഞു. അതായത് സ്പീക്കറിനോട് പറഞ്ഞു, ഇതിനെതിരെ എനിക്ക് സംസാരിക്കാനുണ്ടല്ലേ, എനിക്ക് ഇതിനെതിരെ കാര്യങ്ങൾ പറയാനുണ്ട്. പൊതുവേ നമ്മുടെ സ്പീക്കർ തിരിച്ചാണെങ്കിൽ സമ്മതിക്കാറുണ്ട്, അല്ലെങ്കിൽ അതായത് പ്രതിപക്ഷം എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന്മാർ ഇടങ്കോലിടുമ്പം അതിന് സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് നമ്മുടെ ഓം ബിർള. പക്ഷെ ഇപ്രാവശ്യം നേരെ തിരിച്ചു. രാഹുൽ ഗാന്ധി ഇത് പറയണം എന്ന് പറഞ്ഞ സമയത്ത് അയാൾക്ക് മിണ്ടാട്ടം വിട്ടിപ്പോയി. അതല്ലെങ്കിൽ ഓക്കെ സംസാരിക്കും, നിങ്ങൾ കാര്യങ്ങൾ പറയുമെന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധിനോട് അമിത്ഷാ പറഞ്ഞതിനുള്ള അല്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ള കാര്യങ്ങളെ സംസാരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് ഒരു അവസരം കൊടുത്തതാണ്. അതോടുകൂടിയാണ് ഇത് കയ്യിന്ന് പോയത്. അമിത്ഷായുടെ കണ്ടു നോക്കുക. स्पीकर सर, मेरा कल एक सवाल था जो हिंदुस्तान के इतिहास में पहली बार डिसीजन लिया गया कि इलेक्शन कमिश्नर्स को फुल फुल इम्यूनिटी दी जाएगी. ठीक है, ये है ना, इसका जवाब इसका पीठ में खत्म नहीं किया सर. इसके पीछे जो थिंकिंग थी वो हमें सबसे पहले बताएं. ठीक है. दूसरी बात, नहीं हरियाणा की जहां इन्होंने बात की, इन्होंने एक उदाहरण लिया, वहां पर अनेक उदाहरण हैं. वो भी आपने दिया था ना, 19 वो भी आपने दिया था, इसलिए वो भी 19 രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ഇങ്ങനെയായിരുന്നു, ഏത് രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സെലക്ഷനിൽ തന്നെ നമ്മുടെ ചീഫ് ജസ്റ്റിനെ നിങ്ങൾ മാറ്റി. നിങ്ങൾ, അതായത് പ്രധാനമന്ത്രിയുടേതായ അമിത്ഷായും നിങ്ങൾ രണ്ടുപേരും പിന്നെ പ്രതിപക്ഷ നേതാവിനെ മാത്രം ഇരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി മാത്രമാക്കി നിങ്ങൾ മാറ്റി. അത് മാത്രമല്ല, ഇവർക്ക് 45 ദിവസത്തിന്റെ ഇടയിൽ ഈ പറഞ്ഞ CCTV ദൃശ്യങ്ങൾ മാറ്റാം എന്നുള്ള ഒരു ആനുകൂല്യം ഇവർക്ക് കൊടുത്തു. ഒരാൾക്ക് പോലും, അതായത് ഇന്ത്യയിൽ ഒരു പൗരന് പോലും അല്ലെങ്കിൽ ഒരാൾക്ക് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചോദ്യം ചെയ്യണം എന്നുള്ള ആ ഒരു പരിഷ്കാരങ്ങളും നിങ്ങൾ വരുത്തി. ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള പരിഷ്കാരവും നിങ്ങൾ വരുത്തി. ഇനി അത് മാത്രമല്ല, ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈവൻ ഈ പറഞ്ഞ പദവിയിൽ നിന്ന് വിട്ടുപോയാൽ കൂടെ ചോദ്യം ചെയ്യരുത്, അല്ലെങ്കിൽ ആ ഒരു ഇളവും കൂടെ നിങ്ങൾ എന്തിനു കൊടുത്തു? പിന്നെ നിങ്ങൾ എന്ത് തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിച്ചത്. और ये भी हमें बता दीजिए, actually let us have a debate on my press conference. Let us go. Let us have very good idea. Let us have a debate on my press conference. Amit Shah ji, I challenge you to have a debate on the three press conferences. Please.
प्लीज प्लीज ठीक है, बैठ जाइए, प्लीज बैठ जाइए। माननीय, प्लीज माननीय, आपने बात की थी, प्लीज। उत्तर प्रदेश में और हरियाणा में दोनों चुनाव में वोट कैसे दे रहे माननीय, हैं? प्लीज ये भी जवाब दे दीजिए। माननीय गृहमंत्री जी, मान्यवर, पहली बार അതുപോലെ തന്നെ താൻ 3 പ്രാവശ്യം ഈ പത്രസമ്മേളനം നടത്തി വോട്ട് ചോരീനെ പറ്റി. അതിനെതിരെ പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടി നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം, ഒരു സംയുക്തമായിട്ടൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ വന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞതിൽ തെളിവില്ല എന്ന് കാണിച്ച് നിങ്ങൾക്ക് എന്നെ തിരിച്ചു പറയാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തെളിവ് അങ്ങ് വെച്ച് തരും, ഇതിന്റെ കംപ്ലീറ്റ് തെളിവ് വെച്ചിരും, അതിനെ ഖണ്ഡിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. ഇതെല്ലാം കൂടെ ചോദിച്ച് ഇതെല്ലാം കൂടെ കേട്ടതിൽ ആകെ ഹാലിളക് അമിത്ഷാ ചാടി എഴുന്നേറ്റ് സ്പീക്കർക്കെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെയായിരുന്നു അമിത്ഷായുടെ രോക്ഷ പ്രകടനം അവിടെ കണ്ടത് കേട്ടോ. അതൊന്ന് കണ്ടു നോക്ക്. पहली बात मैं स्पष्ट करना चाहता हूं, मैं 30 साल से विधानसभा और संसद में जनप्रतिनिधि के रूप में चुनकर आता हूं। मुझे लंबा अनुभव है संसदीय प्रणाली का। विपक्ष के नेता महोदय कहते हैं कि पहले मेरी बात का आप जवाब दीजिए, मैं सुनना चाहता हूं। आपकी मुंसफी से संसद नहीं चलेगी, मेरे आप बोलने का क्रम मैं तय करूंगा, इस तरह से नहीं चलेगी संसद। मान्यवर, उनको धैर्य रखना चाहिए, उनको धैर्य रखना चाहिए मेरा जवाब सुनने का। इनकी एक एक बात का जवाब मैं दूंगा, मगर मेरे भाषण का क्रम वो तय नहीं कर सकते, मैं करूंगा, क्योंकि मैं बोल रहा हूं। मान्यवर, അതായത് സ്പീക്കർ എങ്ങനെ, രാഹുൽ ഗാന്ധി എങ്ങനെ ഞാൻ സംസാരിക്കുന്നതിന് ഇടയിൽ ഇടപെടും, ഞാൻ എപ്പോൾ എന്ത് സംസാരിക്കണം, ഏത് സംസാരിക്കണം ഞാനാണ് തീരുമാനിക്കുക, എൻ്റെ സമയക്രമം അല്ലെങ്കിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ക്രമം തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവ് ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അവിടെ കിടന്ന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വിളിച്ച വെല്ലുവിളിക്കോ ഉത്തരം പറയാൻ നമ്മുടെ അമിട്ടിൻ്റെ കയ്യിൽ ഒരു തരത്തിലുള്ള പൊട്ടും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വെള്ളമൊഴിച്ച വെറും ഓലപ്പടക്കങ്ങൾ മാത്രമാണ് ഇവന്മാർ എന്നുള്ളത് തെളിഞ്ഞു. അതോടുകൂടി പിന്നെ ദേഷ്യപ്പെട്ടിട്ടെങ്കിലും, അതായത് ഇങ്ങനെ വെടക്കായി കിടക്കാവ് എന്തൊരു ഡയലോഗ് ഉണ്ടല്ലോ, മാറിപ്പോയി, അതൊക്കെ പോട്ടെ, അതന്നെ അങ്ങനെ ആ ഒരു അവസ്ഥയിലോട്ട് വന്ന് പൊട്ടിത്തെറിച്ച് രോക്ഷം കൊണ്ട് ഇങ്ങനെ വിറച്ചു തുള്ളുന്ന അമിത്ഷായുടെ വായിലോട്ട് ഇച്ചിരി എന്താ പറയുക വെള്ളം അല്ലെങ്കിൽ പശുചാണകമോ മൂത്രമൊക്കെ ഒഴിച്ചിരുന്നെങ്കിൽ ഒന്ന് സെറ്റപ്പ് ആയേനെ. അത് നടത്താൻ പറ്റിയില്ല, പാർലമെന്റായി പോയില്ലേ. അപ്പം ഇങ്ങനെ അങ്ങ് രോഷപ്പെട്ട് അല്ലെങ്കിൽ രോഷാകുലനായിട്ട് ചൂടായിട്ടിരിക്കുന്ന അമിത്ഷാക്കെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി വീണ്ടും എഴുന്നേറ്റ് നിന്ന് അടുത്ത പ്രഹരം അങ്ങോട്ട് കൊടുത്തു. അതായിരുന്നു പിന്നത്. गृहमंत्री जी, एक मिनट गृहमंत्री, क्या गलत बोला उन्होंने यही बोला, आपने जो बात उठाई है मुझे कब बोलना है मैं तय करूंगा, यही बोला ना, उसमें क्यों उत्तेजित हो रहे हो आप? हाँ, आपके 2-2 मिनट में खड़े होने से थोड़ी जवाब देते रहेंगे। नो माननीय गृहमंत्री, नहीं हो सकता। मैं आपको फिर मौका दूंगा, आपको हाँ बोलिए, बोलिए सर, ये बोलिए। आपने अगर अमित शाह जी का रिस्पॉन्स देखा तो ये कंप्लीटली डिफेंसिव रिस्पॉन्स है, ये घबराया हुआ रिस्पॉन्स है, ये डरा हुआ रिस्पॉन्स है। अब सुनिए पूरी बात, प्लीज मानिए। नो, सच्चा रिस्पॉन्स नहीं है। माननीय गृहमंत्री जी, मान्यवर, आपके चेहरे पर बैठो, मान्यवर, आपके चेहरे पर चिंता की लकीरें मैं देख रहा हूं कि मैं क्या बोलूंगा। मैं उनके उकसावे में नहीं आऊंगा, मैं मेरे विषय पर बोलूंगा। രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്ന് ചൂടാവില്ലേ. അതായത് ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കിടന്ന് ചാടിയിട്ടോ തുള്ളിയിട്ടോ ഒന്നും കാര്യമില്ല, കാരണം നിങ്ങൾക്ക് മറുപടിയില്ല, പേടിച്ചു. ഈ ചോദ്യങ്ങൾ അങ്ങ് വന്ന സമയത്ത് ഇതിന് മറുപടി പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ വെറുതെ അങ്ങ് ദേഷ്യപ്പെട്ട് തൽക്കാലം സഭയെ അങ്ങ് ഒഴിയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവന്മാർ ഈ കിടന്ന് ചാടി കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ, പറ്റുമെങ്കിൽ ഒരു സംയുക്ത പത്രസമ്മേളനം വിളിച്ചിട്ട് വാ, ഞാൻ തെളിവ് നിങ്ങളുടെ മുമ്പിലോട്ട് ഇട്ട് തരാം, അതിൻ്റെ കണ്ണിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാ തുറക്കാൻ പറ്റുമെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് മുഖത്ത് നോക്കി കൈ ചൂണ്ടിയിട്ട് തന്നെയായിരുന്നു ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രകടനം. അതോടുകൂടി കണ്ണ് തള്ളിയിട്ടുള്ള അമിത്ഷാ ട്രാക്ക് തന്നെ അങ്ങ് മാറ്റി. ഈ പരിപാടി, ഈ സംസാരം മാറ്റി നേരെ അടുത്ത പരിപാടിയിലേക്ക് കിടന്ന്, അതായത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങൾ നിന്ന് മൂത്രം വയ്ക്കേണ്ട അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കി നേരെ പിടിച്ചു അടുത്തതിലോട്ട്. അതിതായിരുന്നു. एक वाद पहुंचा है, वाद मतलब डिस्प्यूट पहुंचा है दिल्ली की सिविल अदालत में।
उसमें डिस्प्यूट ये है कि सोनिया गांधी जी इस देश की नागरिक बनने से पहले मतदाता बने। आगे सुनो, बोल क्या रहे, पूरी बात तो सुनो। मान्यवर, मैंने इतना ही कहा है कि अदालत में केस चल रहा है जो फैक्चुअल है। अब जवाब तो उनको अदालत में देना है, सोनिया जी ने यहां क्यों दे रहे? अदालत में जवाब देना है। बीच के भाषण में पॉइंट ऑफ ऑर्डर नहीं होता। नहीं है सर, बिलाइए सर। मुझे याद है जो माननीय सदस्य नहीं है, ये 352 ये रहा। അതായത് രാഹുൽ ഗാന്ധിനോട്, അതായത് നിന്റെ അമ്മ അല്ലെങ്കിൽ സോണിയാഗാന്ധി ഈ നാട്ടിൽ വന്ന സമയത്ത്, ഇന്ത്യയിൽ വന്ന സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നീ വോട്ട് ചെയ്തു. ആ സമയത്ത് ഇന്ത്യൻ പൗര പോലും അല്ലാത്ത നിന്റെ അല്ലെങ്കിൽ സോണിയാഗാന്ധി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ബാക്കിയൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇത് പറയാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ ആ കേസ് അന്നേ വ്യക്തമായിട്ട് കോടതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഇമാതിരി ഊള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇമാതിരി ഊള പരിപാടിയായിട്ട് കോടതിയിലേക്ക് വരരുതെന്ന് അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നെ ഈ പറഞ്ഞ ലക്ഷങ്ങളായിട്ടുള്ള വോട്ടുകൾ കട്ട്, ഓരോ മണ്ഡലങ്ങളിലും വോട്ടുകൾ കട്ട് പെരുങ്കള്ളന് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് സോണിയാഗാന്ധി പണ്ട് അല്ലെങ്കിൽ എന്താ പറയുക പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്ത വോട്ടിന്റെ കണക്കും എടുത്തിട്ടാണ് ഈ പൊട്ടൻ വന്നത്. അതോടുകൂടി സഭ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലമായി. അതായത് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ പിന്നെ കൊഞ്ഞനം കുത്തുന്ന അവസ്ഥയിലോട്ട് നമ്മുടെ അമിട്ട് അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കാൻ നോക്കി. അതോടുകൂടി KC വേണുഗോപാലും എഴുന്നേറ്റ് നിന്ന് അതിന് ശക്തമായിട്ടുള്ള മറുപടി കൊടുത്തു. Filed a case on Madam Sonia Gandhi's voting on that 80. Sir, that Ross Avenue Court dismissed that case without, there is no substance in that case. After that, the same person given an appeal. Gandhi not even voted in that election. I am challenging Home Minister. Okay. Sonia Gandhi not even voted that election. Can you prove it? Sir, misleading statement a Home Minister doing. Sir, you are what is this, sir? एक मिनट प्लीज दादा, एक मिनट प्लीज। नो, അങ്ങനെ വോട്ട് ചെയ്തതിന്റെ ഒരു തെളിവ്, ഒരൊറ്റ തെളിവ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും? നിങ്ങളൊരു മിനിസ്റ്ററാണ്, നമ്മുടെ ഒരു എന്താ പറയുക ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള നിങ്ങളെ വായിന്ന് ഇമ്മാതിരി ഊള വർത്താനങ്ങളൊക്കെയാണോ? ഊളം ഞാൻ കയറ്റി കേട്ടോ, അത് കേസ് ചോദിച്ചതല്ല. ഇമ്മാതിരി ഊള വർത്താനങ്ങളല്ല പറയേണ്ടത്. പറ്റുമെങ്കിൽ തെളിയിക്കടോ അന്ന് വോട്ട് ചെയ്തതിന്, അല്ലെങ്കിൽ അങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതിനുള്ള തെളിവ് കാണിക്കടോ എന്നും ചോദിച്ചിട്ടായിരുന്നു KC വേണുഗോപാൽ അടുത്ത അടി അമിത്ഷായുടെ അടുത്ത മോന്തക്കൂട്ടം അങ്ങോട്ട് കൊടുത്തു. ഇതോടുകൂടി അമിട്ട് അവിടെ ഇരുന്ന് വാ പൊളിക്കാണ്ടിരിക്കേണ്ട അവസ്ഥയിലോട്ട് നമ്മുടെ അമിട്ട് മാറി എന്നുള്ളതാണ് ഇന്നത്തെ സഭയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നടന്നിരുന്ന കാര്യം. ഇതോടുകൂടി എന്താ പറയുക, ഈ പറഞ്ഞ ഈ പൊട്ടാൻ വന്ന അമിട്ട് വെള്ളമൊഴിച്ച വെറും തൂറ്റിപ്പോയ എന്നും പറഞ്ഞ് പൊട്ടിത്തെറിച്ചത് നമ്മൾ ഇന്ന് കണ്ടു. ഇതായിരുന്നു ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്നു പാർലമെന്റിൽ നടന്നിട്ടുള്ള കാര്യം. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അമ്മമാര് കട്ട് ഈ അവസ്ഥയിലെത്തി. ആ കട്ടതിന്റെ പങ്കും അല്ലെങ്കിൽ കട്ടതിന്റെ ചോദ്യം ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവന്മാര് വെറുതെ പൊട്ടിത്തെറിച്ച് അവസാനം അവിടെയൊക്കെ അങ്ങനെ ചിന്നിച്ചെതറി ഇങ്ങനെ കിടക്കും. അതാണ് നമ്മൾ ഇന്ന് പാർലമെന്റിൽ കണ്ടത്. ഇന്നല്ല, ഈ നമ്മുടെ കഴിഞ്ഞ ഈ പാർലമെന്റ് തുടങ്ങിയ അന്ന് മുതൽ പ്രതിപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാണ്ട് വന്ദേ മാതരത്തിന്റെ പിന്നാലെ പോകുന്നത്, അതല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത പല കാര്യങ്ങൾക്കും പിന്നാലെ പോയിട്ട് ചർച്ച ചെയ്ത് നമ്മളൊക്കെ ടാക്സ് പേ ചെയ്യുന്ന പൈസ വെച്ചിട്ട് ഇവന്മാരെ കാണിക്കുന്ന ഗോഷ്ഠികളാണ് നമ്മുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിലെ നേതാക്കന്മാരും എല്ലാ വെട്ടാവളിയന്മാരും അവിടെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.